Hello friends, welcome back my channel. It's me Farshus Swal. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് 65 റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒത്തിരി എളുപ്പമാട്ടോ, അതുപോലെ തന്നെ കഴിക്കാൻ ഒത്തിരി ടേസ്റ്റാണ്. അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ട് നമുക്കിത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചേരുവകളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ കേട്ടോ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. ആദ്യം ഞാനൊരു ഉള്ളി കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പകുതിയെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ക്വാണ്ടിറ്റിന് അനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കുഞ്ഞ് കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നുള്ളത് കറി ലീവ്സാണ്. നിങ്ങളുടെ കയ്യിൽ കൊറിയാണ്ടർ ലീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതോടെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ മതി. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് മസാല പൊടികളാണ്. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ടർമറിക് പൗഡർ, ചിക്കൻ മസാല ആൻഡ് ലാസ്റ്റ് ചില്ലി പൗഡർ, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ബൗൾ ബ്രെഡ് ക്രാംസ് ആണ്. അത് ഓപ്ഷണലാണ്, യാതൊരു നിർബന്ധമില്ല കേട്ടോ. പിന്നെ 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ വൈറ്റ് പാർട്ട് കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എഗ് യോക്ക് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നത് എഗ് 65 ആണല്ലോ, അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു എഗ്ഗ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു 3-4 ടേബിൾ സ്പൂൺ മൈദയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ക്രാംസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മൈദ കുറച്ചുകൂടെ കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ബ്രെഡ് ക്രാംസ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇനി നമ്മളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഓരോ ഇൻഗ്രീഡിയൻസും ഇട്ടുകൊടുത്തിട്ട് അത് മിക്സ് ചെയ്തെടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാക്കൂടെ. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഇതിനെക്കുറിച്ച് എന്നാൽ മാത്രം ഫീഡ്ബാക്ക് അയക്കുന്ന തീർച്ചയായും നിങ്ങൾക്ക് പറയാം കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസുകളും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ.
ഇത് റെസ്റ്റിങ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം കേട്ടോ. ഇനി റൗണ്ട് ബോൾസ് പോലെ വേണമെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാം, എങ്ങനെയായാലും വിഷയമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ വെളിച്ചെണ്ണയിലേക്കോ സൺഫ്ലവർ ഓയിലിലേക്കോ എടുത്തിട്ടാലും മതി കേട്ടോ. ഇപ്പം ഞാനൊരു പകുതി ബാറ്റർ ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്, ഇനി പകുതിയോടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് ബാക്കിയൂടെ ഈ ഒരു ഷേപ്പാക്കി എടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഓയിൽ വെക്കുക. ഓയിലിലേക്ക് നമ്മൾ ഇത് ചെറിയ ചെറിയ ഷേപ്പാക്കി ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഓയിലിൻ്റെ തൊട്ടടുത്ത് നിൽക്കാണ്ട് കുറച്ച് വിട്ട് നിൽക്കുക കേട്ടോ. കോഴിമുട്ട ആയതിനാൽ തന്നെ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്ത ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.